രാവിലെ തുടങ്ങിയ പ്ലാനിങ് ആണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയപ്പോൾ വൈകുന്നേരമായിട്ടുണ്ട്. കാരണം നല്ല വെയിലല്ലേ, അപ്പോൾ വെയിലിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയിട്ട് പോകാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ പോയത്. ട്രാഫിക്കൊക്കെ നീക്കിയാണ് എത്തിയപ്പോൾ ഏകദേശം സന്ധ്യ കഴിഞ്ഞ് രാത്രി ആയിട്ടുണ്ട്. നമ്മൾ ചുട്ടുമായിട്ട് സൂര്യനെ കടലിലേക്ക് ഇറങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട്. ഞങ്ങൾ ചാലിയത്താണ് എത്തിയത്. എന്നാൽ അനിയത്തിമാരൊക്കെ നേരെ വിട്ടത് ബേപ്പൂരിലേക്കാണ്. അപ്പോൾ ബേപ്പൂരിലേക്ക് എത്താൻ ജങ്കാറാണ് എളുപ്പമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ജങ്കാർ കയറി. ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് ജങ്കാർ കയറുന്നത്. ചെറിയൊരു പേടി ഉണ്ടെങ്കിലും അത് ഫേസിൽ കാണിച്ചില്ല. ആ ചുറ്റുപാടൊക്കെ ആസ്വദിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. രാത്രി ആയതുകൊണ്ട് തന്നെ വെയിലിൻ്റെ ചൂടില്ല, നല്ല തണുത്ത കാറ്റും തണുത്ത അന്തരീക്ഷമായിരുന്നു കേട്ടോ. അച്ഛമ്മയും കൂടെ പോന്നിട്ടുണ്ടായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് അച്ഛമ്മ ഇങ്ങനെ ഇറങ്ങുന്നത്. ആശുപത്രി വീട് എന്നായിരുന്നു. പിന്നെ അതാണ്ട് ജീവിതമാർഗം തേടി പോകുന്നവരൊക്കെ ആ നേരം ആ ചുറ്റുപാടുണ്ടായിരുന്നു കേട്ടോ. അവർ ലൈറ്റൊക്കെ വെള്ളത്തിൽ കടന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ ജങ്കാറിന് കുറേ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നേരെ ഞങ്ങൾ ബേപ്പൂരിലേക്ക് എത്തി. നമ്മൾ സ്വന്തം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നാട്ടിലേക്കാണ്. വികസനത്തിൻ്റെ മാറ്റം അവിടെ നന്നായിട്ട് അറിയാനുണ്ടായിരുന്നു. എൻ്റെ കണ്ണ് നേരെ പോയത് ഉപ്പിലിട്ട ആ ഒരു ഭരണിയിലേക്കാണ്. പെണ്ണുമ്പോൾ അതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഞാൻ ചളിയിലൊക്കെ കളിക്കുന്നുള്ളത്. അങ്ങനെ അവളുടെ കൂടെ ഞാനും കൂടി. പിന്നെ കടപ്പുറത്തെത്തിയ നമുക്ക് ആ വെള്ളത്തിലൊന്ന് കാല് കുത്താൻ ഒരു സുഖം ഉണ്ടാവില്ലല്ലേ. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലും കുറേ കളിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ കയറിപ്പോന്ന് കുറേ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. ചായ, അതുപോലെ ഐസ്ക്രീം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വാങ്ങി ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് പോന്നിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ, ഇറ്റ്സ് മീ ധന്യ.